2 ദിവസം കാണാതെയായിപ്പോ നാട്ടിൽ പോയിട്ടുണ്ടാവും വിചാരിച്ചു. ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നില്ലെന്നേ ഉള്ളൂ. രമണി അവള് കിടപ്പ് തന്നെയാ. ഇങ്ങനെ മനസ്സ് നൊന്ന് കഞ്ഞി വെള്ളം കുടിക്കാണ്ടിരുന്ന ഉള്ളിലൊരു ജീവനുണ്ടെന്നുള്ള വിചാരം വേണ്ട. രവിയുടെ സാധനങ്ങളാ എല്ലാം ഇതിലുണ്ട്. കുറച്ച് കാശുണ്ട്. വീട് കെട്ടണമെന്ന് വലിയ ആശയായിരുന്നു അവന്. അതിനുവേണ്ടി കൂട്ടി വെച്ചതാ. കരയാണ്ടിരിക്കാൻ പറ. ഇത് കേൾക്കാണ്ടിരിക്കാനാ കുറെ ദിവസം ഞാനിങ്ങോട്ട് വരായിരുന്നേ. എന്റെ രമണിക്ക് ഒരു വിഷമം ഉണ്ടാവരുത്. പിന്നെ ഞങ്ങളുടെ മോള്, അവള് ജനിക്കുന്ന ഒരു ചെറ്റപ്പുരയിലാവരുത്. രവിയുടെ ആശ അത് നടത്തണം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവും. എന്നാൽ ഈ കാശ് മോന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അത് വേണ്ട. കാശിന്റെ കാര്യം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ തന്നെ നാട്ടുകാർ അതും ഇതൊക്കെ പറയുന്നുണ്ട്. ചോറുണ്ടിട്ട് പോവാ. വേണ്ട, ഞാൻ പുറത്തുനിന്നുണ്ട്. മോനെ, പോണത് വരെ ഉള്ളതിലൊരു പങ്ക് ഇവിടുന്ന് കഴിക്കാം. ഒരു പായ വിരിക്കാനുള്ള ഇടം ഈ തിണ്ണേമിലുണ്ട്. അതൊന്നും വേണ്ട. ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ച് വണ്ടിയിൽ തന്നെ കിടന്നോളാം. അതാണ് ശീലം.